അങ്ങനെ ഛാവ എന്നുള്ള ഒരു ഹിന്ദി സിനിമ കണ്ടിറങ്ങി. സ്റ്റാറിങ് വിക്കി കൗശൽ, രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന, അശുതോഷ് റാണ, ഡയാന പെൻറ്റി, അങ്ങനത്തെ കുറേ അടിപൊളി ആൾക്കാരുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കഥ നിങ്ങൾ ഈ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇതൊരു ഹിസ്റ്റോറിക്കൽ ബയോഗ്രഫി ആണ്. സത്യം പറഞ്ഞാൽ ഇത് ഛത്രപതി സംഭാജി മഹാരാജിൻ്റെ ഒരു ബയോഗ്രഫീനെ അവർ നോവലാക്കി. ആ നോവലിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ഇത്. ഈ സിനിമയ്ക്കകത്ത് ആദ്യം തന്നെ ഞാൻ ഡീറ്റെയിൽസ് കുറെ പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് അക്ഷയ് ഖന്നയുടെ വിക്കി കൗശലിൻ്റെ ആക്ടിങ്. നമ്മളുണ്ടല്ലോ, ഇത് എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഇപ്പോൾ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഒരു കാര്യം എല്ലാവർക്കും എഗ്രി ചെയ്യാൻ പറ്റും. അക്ഷയ് ഖന്നയുടെ വിക്കി കൗശലിൻ്റെ ആക്ടിങ്. നമ്മൾ ഒരു സിനിമ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ മറന്നുപോകും ഇവരുടെ നമ്മൾ ആ ആക്ടേഴ്സിനെ മറന്നുപോകും. ഈ ഒരു ആക്ടറിനെ, ഒരു നല്ല ആക്ടർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ റിയൽ ലൈഫിലെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അവരെങ്ങനെയാണോ അതൊക്കെ നമ്മൾ മറന്നു പോകും. നമ്മൾ അവർ ആ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടറിനെ മാത്രമേ കാണുള്ളൂ. ഈ ക്യാരക്ടർ ചെയ്യാൻ പുള്ളി ഒരു എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിയുടെ ആക്ടിങ് കണ്ടിട്ട് പുള്ളി ആക്റ്റീവ് അല്ല, പുള്ളി ഈ ക്യാരക്ടറിനെ തന്നെ ജീവിക്കുകയാണ്. സെയിം സാധനം തന്നെയാണ് അക്ഷയ് ഖന്നയുടെ കൂടെ ഉള്ളത്. പുള്ളി ശരിക്കും അക്ഷയ് ഖന്നനെ കണ്ടു കഴിഞ്ഞാൽ അക്ഷയ് ഖന്നയാണെന്ന് മനസ്സിലാക്കൂല. അമ്മാതിരി ലെവൽ ഒരു മേക്കപ്പ് അല്ല ഒരു ഗെറ്റപ്പും പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി രണ്ടുപേരുടെ, വിക്കി കൗശലിൻ്റെ ആയാലും അക്ഷയ് ഖന്നയുടെ ആയാലും രണ്ടുപേരുടെ ഡയലോഗ് ഡെലിവറി ഇങ്ങനെ അവർ തമ്മിലിങ്ങനെ വണ്ണപ്പ് ചെയ്യാൻ നോക്കുകയാണ്. വിക്കി കൗശൽ ഇവിടെ ആണെങ്കിൽ അക്ഷയ് ഖന്ന ഇവിടെയോ. സെക്കൻഡ് ഹാഫിൽ വിക്കി കൗശൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അക്ഷയ് ഖന്ന വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അവരുടെ രണ്ടുപേരുടെ ഡയലോഗ് ഡെലിവറി ആക്ടിങ് പീക്ക്. അവരുടെ ആക്ടിങ്ങിനെ പറ്റി ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ നാഷണൽ അവാർഡ് കിട്ടാൻ മാത്രം ഉള്ള ആക്ടിങ് ആണ് രണ്ടുപേരുടെ. രശ്മിക മന്ദാന പുള്ളിക്കാരി ഫസ്റ്റ് ഹാഫിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പുള്ളിക്കാരി എന്ത് ചെയ്യുമെന്ന്. കാരണം ഹിന്ദി അത്രയും ബാക്കി ലാംഗ്വേജ് ഒക്കെ പിന്നെ കുഴപ്പമില്ല, പക്ഷെ ഹിന്ദിയിൽ പുള്ളിക്കാരിയുടെ ആക്സെന്റ് കേൾക്കാം. ഇതൊരു ബയോഗ്രഫിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു നോവലിനെ, ഇതൊരു നോവലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള എടുത്തേക്കുന്ന ഈ റിയൽ ലൈഫിനെ അവർ നോവലാക്കി. ആ നോവലിനെ അവർ അഡാപ്റ്റ് ചെയ്യുന്നതാണ്. നോവലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു സീരിയസ്നെസ് വേണം. ആ സീരിയസ്നെസ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് രശ്മികേൻ്റെ ആക്ടിങ്ങിലല്ല ഞാൻ പറയുന്നത്. ആക്ടിങ് പിന്നെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഹിന്ദി അത്ര സ്ട്രോങ് അല്ല. ഇപ്പം ഹിന്ദി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു സൗത്ത് ഇന്ത്യൻ ആണ് ഈ ഹിന്ദി പറയുന്നതെന്ന്. അപ്പോൾ അത് എന്നെ ചെറുതായിട്ട് ഫസ്റ്റ് ഹാഫിൽ ബോദർ ചെയ്ത്. പക്ഷെ അത് സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വിക്കി കൗശലിൻ്റെയും രശ്മികയുടെയും സെറ്റ് ആവുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ രശ്മിക ഏകദേശം കുഴപ്പമില്ല എന്ന് പറയാം. രശ്മിക എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അശുതോഷ് റാണ പുള്ളിക്കാരൻ എല്ലാ സിനിമയിലും ഇപ്പോൾ പഠാനിൽ ചെയ്തായിരുന്നു, വാറിൽ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ എപ്പോഴത്തെ പോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ എനിക്ക് കൂടുതൽ കംപ്ലയിൻസ് ഒന്നുമില്ല. ഡയാന പെൻറ്റി പേഴ്സണലി എനിക്ക് ഡയാന പെൻറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് അക്ഷയ് ഖന്നയുടെ ഔറംഗസീബ് എന്നുള്ള ക്യാരക്ടറിൻ്റെ മകളായിട്ടാണ് ഡയാന പെൻറ്റി ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അച്ഛൻ എങ്ങനെയാണോ മോൾ അതുപോലെ തന്നെ. ഔറംഗസീബ് എന്നുള്ള ക്യാരക്ടറിന് മകളായിട്ട് എടുക്കാൻ ഒരു ബെറ്റർ കാസ്റ്റിംഗ് കിട്ടില്ലായിരുന്നു. ഒബ്വിയസ്ലി ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ദേഷ്യം വരും അവരുടെ അടുത്ത്. അപ്പോൾ അത്ര അടിപൊളിയായിട്ട് തന്നെയാണ് ഡയാന പെൻറ്റി ചെയ്തേക്കുന്നത്. എല്ലാവരുടെയും ആക്ടിങ് വൈസ് എല്ലാവരും രശ്മിക കുഴപ്പമില്ല, പക്ഷേ രശ്മിക ഒഴിച്ച് ബാക്കി എല്ലാവരും നാഷണൽ അവാർഡ് കിട്ടാൻ അർഹതയുള്ള ആക്ടിങ് ആണ് എല്ലാവരും ചെയ്തേക്കുന്നത്. അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്ന AR റഹ്മാനാണ്. എൻ്റെ മോനെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ അഗൈൻ കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അത്യാവശ്യം നല്ലതാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അവസാനത്തെ ഒരു 30-40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴല്ലോ നെഞ്ചിങ്ങനെ ഇടുക്കി. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചേഞ്ച് ആവുന്നതനുസരിച്ച് നമുക്ക് ആ ഇമോഷൻസ് ഇവിടെ ഫീൽ ചെയ്യും. അമ്മാതിരി ലെവൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആണ് AR റഹ്മാൻ്റെ ഈ സിനിമയ്ക്കകത്ത്. സൂപ്പർ, ഒന്നും പറയാനില്ല. കോസ്റ്റ്യൂം ഡിസൈനിങ് അടിപൊളി. 16th-17th സെഞ്ചുറിയിലെ ഒരു സിനിമയാണ്. ആ കാലത്തിലെ കോസ്റ്റ്യൂംസ് ഒക്കെ അവർ ആക്യുറേറ്റ് ആയിട്ട് തന്നെ അവരെടുത്തിട്ടുണ്ട്. പണ്ടുപോലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പോലെ എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമായി. ബാക്കി ഒന്നിന് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് എപ്പോഴും ഹിസ്റ്ററിക്ക് ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു. അത്രയും ഹിസ്റ്ററിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. മുഗൾ രാജാക്കന്മാര്, ഷാജഹാൻ, ഔറംഗസീബ്, ബാബർ, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് പണ്ടുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാജ്പൂത്ത്, മറാഠാസ്,
ഈ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കോസ്റ്റ്യൂം ഡിസൈനിങ് ആക്യുറേറ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര നോക്കുന്നതോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്ന സാധനമാണ്. അപ്പോൾ അവരത് കറക്റ്റായിട്ട് ഒരു കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ അരമണിക്കൂറിലെ ഒരു വയലൻസ് ഉണ്ട്. ഇതൊരു എ റേറ്റഡ് സിനിമ അല്ല, അതും കൂടെ നിങ്ങൾ ഓർക്കണം. എ റേറ്റഡ് സിനിമ അല്ല, എന്നിട്ട് പോലും ഇതിൻ്റെ ലാസ്റ്റത്തെ അരമണിക്കൂറിൽ എന്തൊക്കെ വയലൻസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് ക്യാരക്ടേഴ്സിനല്ല, ഈ വയലൻസ് നമ്മുടെ അടുത്ത് നടക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അമ്മാതിരി. പ്ലസ് ഈ വയലൻസ് ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് AR റഹ്മാൻ്റെ ബ്രഹ്മാണ്ഡ ലെവൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഉള്ളത്. സിനിമാറ്റോഗ്രാഫി, ആ സീൻസും AR റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും എല്ലാം അൾട്ടിമേറ്റ് പീക്ക് കോമ്പിനേഷനാണ് രണ്ടിൻ്റെ. കഴിഞ്ഞ കാലത്ത് ഇറങ്ങിയ ഹിന്ദി സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ സിനിമ. കുറേ നാളായിട്ട് ഹിന്ദി ബോളിവുഡിൽ നിന്ന് ഒരു നല്ല സിനിമ ഇറങ്ങിയിട്ടില്ല. 2023 12th ഫെയിൽ എന്നുള്ള ഒരു സിനിമ ഇറങ്ങി, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാപ്പത്താർ എഡീസ് എന്നുള്ള ഒരു സിനിമ ഇറങ്ങി, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില 1-2 ഹിന്ദി സിനിമ വരും. അതല്ലാതെ ബോളിവുഡിന് പിടിച്ചേക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബോളിവുഡിൻ്റെ അടുത്തും ബോളിവുഡിൻ്റെ അടുത്തും അവർക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. കാരണം അവർ നല്ല സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒരു സിനിമ എങ്ങനെയാണ് നന്നാവുന്നത്. അപ്പോൾ ബോളിവുഡിൽ നിന്ന് എനിക്ക് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഭയങ്കര ഇവിടെ ഡൗൺ ആയിരുന്നു എനിക്ക് ബോളിവുഡിൽ നിന്ന് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ. അങ്ങനെ പോകുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഫൈനലി ഒരു നല്ല ബോളിവുഡ് സിനിമ ഇറങ്ങും. നല്ല അടിപൊളി ബോളിവുഡ് സിനിമ. ഇതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഈ സിനിമയ്ക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. AR റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ അതിൻ്റെ ഫുൾ എഫക്റ്റിൽ കേൾക്കണമെങ്കിൽ, ഫുള്ളായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് ഐമാക്സിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാശ് കൊടുത്ത് ഐമാക്സ് പോയി കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി കാണാം. ഇതൊരു ഐമാക്സ് സിനിമ അല്ല, എന്നാൽ പോലും നിങ്ങൾക്ക് എക്സ്ട്രാ 400-500 രൂപയൊക്കെ ടിക്കറ്റിന് കൊടുത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഐമാക്സിന് തന്നെ പോവുക. ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ ഏതാണോ നിങ്ങളുടെ അടുത്തുള്ളത് അവിടെ പോവുക കാണുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ കഥേനെ പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു സ്പോയിലേഴ്സ് ഒന്നും അറിയരുത്. എന്താ കഥയുടെ അവസാനം എന്താ സംഭവിക്കുന്നത്, സ്പോയിലേഴ്സ് ഒന്നും നിങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കരുത്. റഫ് ഐഡിയ നിങ്ങൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ChatGPT നിന്നോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ആയി. ആരുടെ കഥയാണ് അതൊന്നും അറിയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫീല് അത്രയും കിട്ടണം എന്നില്ല. അപ്പോൾ എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനത്തിൽ എനിക്ക് ക്യാരക്ടേഴ്സിനെയൊക്കെ അറിയാം. അപ്പോൾ ഈ സിനിമ അത്രയും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു നോർമൽ ഇതൊന്നും അറിയാത്ത ഒരു ആളെ കഴിഞ്ഞും 100 ഇരട്ടി എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. മുഗൾ രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു? ഇപ്പോൾ കുറേ പേരുണ്ട്. ബാബറുണ്ട്, ഹുമയൂണുണ്ട്, അക്ബറുണ്ട്, ഷാജഹാനുണ്ട്, ഔറംഗസീബ് ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പോൾ പേര് മറന്നു പോകുന്ന കുറച്ച് പേരും കൂടെ ഉണ്ടാവും. മുഗളിൽ ആരൊക്കെയായിരുന്നു രാജാക്കന്മാർ, മറാഠാസിൽ ആരൊക്കെയായിരുന്നു രാജാക്കന്മാർ, ഇവരുടെ ഫൈറ്റ്സൊക്കെ എങ്ങനെയാണ് നടന്നത്, എന്താ ഞാൻ ഈ സിനിമ ഇന്ന് കാണാൻ പോവുകയാണ്, അപ്പോൾ ഇതിനെപ്പറ്റി ഒരു റഫ് ഐഡിയ തരണം എന്നെല്ലാം പറയണം. അപ്പോൾ ChatGPT നിങ്ങൾക്ക് മുഗൾസിൻ്റെയും മറാഠാസിൻ്റെ എല്ലാവരുടെ ഈ രാജാക്കന്മാരുടെ ഒക്കെ ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഏകദേശം നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇത് ഇത് നിങ്ങൾ പോയി കാണേണ്ട ഒരു സിനിമയാണ്. ഇതിനകത്ത് കൂടുതൽ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട എല്ലാം പറഞ്ഞു. ആക്ടിങ് എല്ലാവരുടെയും ഇവിടെയാണ്, അമ്മാതിരി ആക്ടിങ് ആണ് എല്ലാവരുടെയും. AR റഹ്മാൻ്റെ ഒരിക്കലും കുറേ സിനിമയിൽ പുള്ളീനെ കയറ്റുന്നത് ചീത്തയായി പോയെങ്കിലും പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും പാട്ടും ഒരിക്കലും ഫെയിൽ ആവാറില്ല. മസ്റ്റ് വാച്ച് ആണെന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച് ആണ്. OTT ഇനി നിങ്ങൾ അത് സാരമില്ല, ഞാൻ OTT കണ്ടോളാം എന്ന് പറഞ്ഞിരിക്കേണ്ട സിനിമയൊന്നും അല്ല. ഇപ്പോൾ തിയേറ്ററിലുള്ളപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര 9 to 5 ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും സമയമില്ല ഇത് തിയേറ്ററിൽ പോയി കാണാൻ. അങ്ങനെയുള്ളവരാണെങ്കിൽ OTTയിൽ നിങ്ങൾക്ക് ഒരു വഴിയില്ലെങ്കിൽ OTT കാണുക. പക്ഷേ ഞാൻ പറയുന്നത് തിയേറ്ററിൽ തന്നെ പോയി കാണുക ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ബോളിവുഡിൻ്റെ 2 വർഷം 1-1.5-2 വർഷം കഴിഞ്ഞിട്ട് ഒരു ബോളിവുഡിൻ്റെ അത്യാവശ്യം നല്ല ഒരു സിനിമ ഇറങ്ങുന്നത്. ഹിന്ദി സിനിമ പ്രേമികൾക്കൊക്കെ ഒരു ഫീസ്റ്റ് തന്നെയാണ് ഇത്. പോയി കാണുക എന്തായാലും. ഒരു ബയോഗ്രഫി ഒക്കെ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നോവൽ അഡാപ്റ്റേഷൻ ഒക്കെ എടുക്കുവാണെങ്കിൽ ഇമാതിരി ലെവലിൽ എടുക്കണം. എല്ലാവരുടെയും ഒന്നിനൊന്ന് ബെറ്റർ ആണ് ഇവർ ചെയ്തേക്കുന്നത്. ഇന്നലെ വേറൊരു സിനിമയും കൂടെ കണ്ടായിരുന്നു, ഒരു തമിഴ് സിനിമ. അതിൻ്റെ പേരൊന്നും എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെയും കൂടെ ഒരു റിവ്യൂ ഞാൻ ഇടുന്നു. അപ്പോൾ അതും കൂടെ ചാനലുണ്ട്. അപ്പോൾ യെസ്, മസ്റ്റ് വാച്ച് ബ്രോ, മസ്റ്റ് വാച്ച്. എന്തായാലും പോയി കാണാം. വിക്കി കൗശലും അക്ഷയ് ഖന്നെ പൊളിച്ച് തിമിർത്തടിക്കുക. 2 നാഷണൽ അവാർഡ് കിട്ടിയാലും എനിക്ക് വലിയ അത്ഭുതം ഉണ്ടാകത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത സിനിമയായിട്ട് അടുത്ത റിവ്യൂ വരുമ്പോൾ
കാണാം. ബൈ.